സിസ്റ്റം, ഇങ്ങനെ പല സിസ്റ്റംസ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ശരീരം ഉണ്ടാക്കുന്ന കുറേ ഹോർമോൺസ് ഉണ്ട്. ഒരു ഹോർമോൺ ഏകദേശം 50ഓളം വരുന്ന ഹോർമോൺ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഒരു ഹോർമോണിന്റെ പേരാണ് തൈറോയിഡ്. ആരുണ്ടാക്കുന്ന? തൈറോയ്ഡ് ഗ്രന്ഥി അല്ലേ? അത് കൃത്യമായിട്ട് എന്റെയോ നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരായി? തൈറോയ്ഡ് പേഷ്യന്റ് ആയി അല്ലേ? നമ്മുടെ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന മറ്റൊരു ഹോർമോണായത് ഇൻസുലിൻ. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പാൻക്രിയാസ് എന്റെയോ സാധാരണ ഇൻസുലിൻ പാൻക്രിയാസ് കൃത്യമായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും എന്തായി? ഡയബറ്റിക് പേഷ്യന്റ് ആയി. നമ്മുടെ പിത്തസഞ്ചി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് പിത്തരസം എന്ന് പറഞ്ഞ സാധനം. അതൊരാൾക്ക് കൃത്യമായിട്ട് പ്രൊഡക്ഷൻ വരുന്നില്ലെങ്കിൽ അയാൾക്ക് ഡൈജസ്റ്റീവ് സംബന്ധമായിട്ട് എന്ത് വരും? പ്രശ്നങ്ങൾ വരും. അപ്പോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന മറ്റൊരു രാസവസ്തുവാണ് അല്ലെങ്കിൽ ഹോർമോണാണ് കനാബിനോൾ എന്ന് പറയുന്ന സാധനം. ഈ സാധനം ഉണ്ടെങ്കിലേ നമ്മുടെ ശരീരത്തിലെ പല സിസ്റ്റങ്ങളെ പോലെയുള്ള ഒരു സിസ്റ്റമാണ് എൻഡോകനാബിനോയിഡ് സിസ്റ്റം. ഡോക്ടർമാർ ചുരുക്കത്തിൽ എന്ന് പറയും ECS. എന്താ ECS എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന സിഗ്നലിംഗ് സിസ്റ്റത്തിനാണ് എന്ത് പറയുന്നത്? ECS എന്ന് പറയുന്നത്. ഓക്കെ, ഈ ECS കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഈ സാധനം നമ്മുടെ ശരീരത്തിൽ വേണം. നമ്മുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ, അതായത് പാൻക്രിയാസ് കൃത്യമായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്തായി? ഡയബറ്റിക് പേഷ്യന്റ് ആവുന്ന പറഞ്ഞാൽ ഇത് താളം തെറ്റും. ഇത് താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ തലച്ചോറ് കൺട്രോൾ ചെയ്യുന്ന മേജർ ആയിട്ട് നിൽക്കുന്ന 8 ഫങ്ഷൻസ് ഉണ്ട്. ആ 8 ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഇത് എൻഡോകനാബിനോയിഡ് സിസ്റ്റം. എന്തൊക്കെയാ സംഭവം എന്ന് വെച്ചാൽ, ചിലവർക്ക് അപസ്മാരം ഫിക്സ് വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഡോക്ടേഴ്സ് ഫിക്സ് വരുന്നതിന്റെ കാരണമായിട്ട് പറയുന്നത് എന്താണ്? ECSന്റെ തകരാറ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കിട്ടുന്നില്ല. രാത്രി ഉറങ്ങാൻ കിടന്നു അല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാലും എന്ത് കിട്ടുന്നില്ല? ഉറക്കം കിട്ടുന്നില്ല. ചിലർക്ക് നേരെ തിരിച്ച് അമിതമായ ഉറക്കം. രാത്രി നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ വീണ്ടും എന്ത് ചെയ്യുന്നു? ഉച്ച വരെ കിടന്നുറങ്ങും. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചാൽ പിന്നെയും കിടന്നുറങ്ങുന്നു. ചിലർക്ക് വിശപ്പില്ലാതെ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ഉച്ചക്കൊന്നും കഴിച്ചില്ല, രാത്രി കിടക്കാൻ നേരത്തില്ല, കഞ്ഞിയോ ചപ്പാത്തിയോ കൊടുത്താലും പറയുന്നത് വേണ്ടാന്ന് പറയും. ചിലർക്ക് അമിതമായ വിശപ്പ്. രാവിലെ നന്നായിട്ട് 3-4 ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടാവും. അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വിശക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് മെമ്മറി ലോസ് വരുന്നു. ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തലച്ചോറ് കൺട്രോൾ ചെയ്യുന്ന മേജറായിട്ട് നിൽക്കുന്ന 8 ഫങ്ഷൻസിനെ വളരെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാവുന്ന സാധനമാണ് ഇത് CBD ഓയിൽ. നേരത്തെ പറഞ്ഞ ഷെഡിയിൽ നിന്നാണ് ഈ സാധനം എടുക്കുന്നത്. ഇതിന്റെ വില എത്രയാണ്? 4000 രൂപയാണ്. 4000 രൂപ പറഞ്ഞാൽ 1 ലിറ്ററിന് 2 ലിറ്ററിന് വരാം. വെറും 10 ml. അതായത് 1 ടീസ്പൂൺ എന്ന് എത്ര ml? 5 ml. അപ്പോൾ 10 ml എന്ന് എത്ര ടീസ്പൂൺ ഉണ്ടാവും? 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ ആണ് എത്ര രൂപ വില? 4000 രൂപ. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ബില്ലൊന്നായിരിക്കും. അതെടുത്തിട്ട് 5 തുള്ളി അല്ലെങ്കിൽ 6 തുള്ളി വായിലിക്കുക. കൃത്യമായി പറയുന്ന സ്ഥലം നാവിന് താഴെ 2 മിനിറ്റ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ തന്നെ ബോഡി എന്ത് ചെയ്യും? മാക്സിമം അവിടുന്ന് അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ളത് ഉമിനീരിന്റെ കൂടെ വയറ്റിലേക്ക് ഇറക്കി കൊടുക്കുക. ഈ പറയുന്ന 8 ഫങ്ഷൻസിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഒരു പക്ഷേ എനിക്കോ നിങ്ങൾക്കോ പ്രകടമായിട്ടോ അല്ലെങ്കിൽ പ്രകടമല്ലാതെ ഉണ്ടാവും. ആർക്കും വിഷയങ്ങളുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യണ്ട. വിത്തിൻ 2-3 ഡേയ്സ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എന്ത് കിട്ടും? ഇതിന്റെ റിസൾട്ട് കിട്ടും. ഓക്കെ.